ജിതിൻ ദേവ് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഇത്ര വിവാദമായി എന്നുള്ളത് കേന്ദ്ര സർക്കാരും കൂടി ആലോചിക്കേണ്ട കാര്യമാണല്ലോ. ആദ്യമായിട്ടല്ല ഒരു NEP വരുന്നത്. മുൻ സർക്കാരുകളുടെ കാലത്ത് NEP വന്നിട്ടുണ്ട്. അതിൽ കൊള്ളാവുന്നത് കൊള്ളുകയും തള്ളാവുന്നത് തള്ളുകയും ചെയ്തിട്ടുണ്ട് സംസ്ഥാന സർക്കാരുകൾ. പക്ഷെ അന്നൊന്നും ആരും ഫണ്ട് പിടിച്ചു വെച്ചില്ല. ഇപ്പോൾ ഓപ്പൺ യൂണിവേഴ്സിറ്റികൾ 1986 NEPയുടെ ഭാഗമായിരുന്നു. കേരളം അത് സ്വീകരിച്ചിരുന്നില്ല. ത്രിഭാഷാ പദ്ധതി കോത്താരി കമ്മീഷന്റെ റിപ്പോർട്ടിന് ശേഷം വന്ന NEPയുടെ 1960കളുടെ അവസാനത്തെ NEPയുടെ ശുപാർശയായിരുന്നു. കേരളം അത് സ്വീകരിച്ചു. തമിഴ്നാട് സ്വീകരിച്ചില്ലല്ലോ. തമിഴ്നാട് ഇപ്പോഴും ദ്വിഭാഷാ പോളിസിയിലാണ്. ത്രിഭാഷാ പോളിസി നമുക്ക് ഉണ്ട്, പക്ഷെ തമിഴ്നാട്ടിലില്ല, അവർ സ്വീകരിച്ചില്ല. നവോദയ വിദ്യാലയം 86 NEPയുടെ ഭാഗമായിട്ടായിരുന്നു. കേരളം അത് സ്വീകരിച്ചു, തമിഴ്നാട് സ്വീകരിച്ചില്ല. സംസ്ഥാനങ്ങൾക്ക് ആ കാര്യങ്ങളിലൊക്കെ വിവേചനാധികാരം ഉണ്ടായിരുന്നു. കൺകറന്റ് ലിസ്റ്റിലുള്ള ഒരു വിഷയമാണ് വിദ്യാഭ്യാസം. ആ തരത്തിലുള്ള സമീപനം ഒരു ഫെഡറൽ സംവിധാനത്തിൽ നിന്നുകൊണ്ട് കേന്ദ്ര സർക്കാർ, യൂണിയൻ സർക്കാർ, സംസ്ഥാന സർക്കാരുകളോട് കാണിച്ചിരുന്നു. ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ കാലത്ത് 2020 NEPയെ സംബന്ധിച്ചത് സംസ്ഥാനങ്ങളുടെ മുമ്പിൽ ഭീഷണിപ്പെടുത്തിയിട്ട് ഇത് നടപ്പാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് പൈസ തരില്ല എന്ന് പറഞ്ഞ് ഫെഡറൽ തത്വങ്ങളുടെ അന്തസത്തയെ പൂർണ്ണമായും ഹനിക്കുന്നത് കൊണ്ടാണല്ലോ ഈ പ്രശ്നമൊക്കെ ഉണ്ടാവുന്നത്. സാർ, അഭിലാഷ്, ഞാൻ അങ്ങയുടെ ചോദ്യത്തിന് വളരെ പെട്ടെന്ന് തന്നെ വരാം. അതിനു മുമ്പ് ഇവിടെ കൃത്യമായി CPIയുടെ എതിർപ്പിന്റെ അടിസ്ഥാനം എന്താണെന്നുള്ളത് CPIയുടെ പ്രതിനിധിയുടെ വാദങ്ങളിൽ നിന്ന് കൃത്യമായിട്ട് ഇപ്പൊ വ്യക്തമായി. CPI ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പറഞ്ഞ വിമർശനങ്ങളായാലും ഈ എതിർപ്പുകളായാലും ഞങ്ങളാണ് LDFിലെ വലിയേട്ട പാർട്ടി എന്ന് തെളിയിക്കാനുള്ള ശ്രമങ്ങളാണ് CPI നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് CPIയുടെ പ്രതിനിധിയുടെ വാദത്തിൽ നമുക്കത് വ്യക്തമാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും CPMന്റെ മന്ത്രിമാർ ചെയ്യേണ്ടുന്നത് ഏതെങ്കിലും കേന്ദ്ര പദ്ധതിയിൽ ഒപ്പിടുന്നതിന് മുമ്പ് MN സ്മാരകത്തിലെ പോയിട്ട് അവിടുത്തെ മഷിക്കുപ്പിയിൽ നിന്ന് മഷി നിറച്ചിട്ട് വേണം ഒപ്പിടാൻ എന്നാണ് മനസ്സിലാക്കണം എന്നുള്ളതാണ് എനിക്ക് CPMന്റെ മന്ത്രിമാരോട് ഒരു അഭ്യർത്ഥന നടത്താനുള്ളത്. അല്ലെങ്കിൽ ഇവരിങ്ങനെ CPI എതിർത്തുകൊണ്ടിരിക്കും. വലിയേട്ടം പാർട്ടി ഞങ്ങളാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി അഭിലാഷ് ചോദിച്ച ചോദ്യം, ആ ചോദ്യത്തിന്റെ ഉത്തരം രാജു P. നായരുടെ മറുപടിയിൽ തന്നെയുണ്ട്. അങ്ങ് രാജു P. നായരോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ NEPയെ എതിർക്കുന്നു എന്നുള്ളത്. NEPയെ എതിർക്കുന്നത് എന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അന്ധമായ BJP വിരോധം, അല്ലാതെ വേറൊരു മാർഗവുമില്ല. ശ്രീ അഭിലാഷ് മോഹൻ സൂചിപ്പിച്ചതുപോലെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയാണ്. അത് BJP, കോൺഗ്രസ്, ജനതാ പാർട്ടി, കമ്മ്യൂണിസ്റ്റ് ഒക്കെ ഉണ്ടോ? വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ എന്തിനാണ് പാർട്ടി? അവിടെയാണ് പ്രശ്നം. ഞങ്ങൾക്ക് അങ്ങനെ ഇല്ലതേ. ഇപ്പൊ തന്നെ അഭിലാഷനോട് വെച്ചില്ലേ, ഉദ്ധം സിംഗിനെ പറ്റി ചോദിച്ചില്ലേ, കമ്മ്യൂണിസ്റ്റ് ആണെന്നൊക്കെ അന്ന് പറഞ്ഞില്ലേ. സ്വാമി വിവേകാനന്ദൻ കമ്മ്യൂണിസ്റ്റ് ആവുന്ന കാലഘട്ടം ഞാൻ അംഗീകരിക്കുന്നു. ഉദ്ധം സിംഗ് കമ്മ്യൂണിസ്റ്റ് ആവട്ടെ, പഠിപ്പിക്കട്ടെ. ഇവിടെ പ്രശ്നം എവിടെയാണ്? 68 കോത്താരി കമ്മീഷൻ ഈ പറഞ്ഞ പ്രീ ഡിഗ്രിയെ എടുത്തിട്ട് സ്കൂൾ വിദ്യാഭ്യാസത്തിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞതിന് ശേഷം എന്നാ കേരളം ചർച്ച ചെയ്തത് പ്രീ ഡിഗ്രി ബോർഡിനെ പറ്റി? TN ജേക്കബിന്റെ കാലഘട്ടം. ആദ്യം ജപ്പാൻ പാഠ്യപദ്ധതി പറഞ്ഞൊരു സാധനം കൊണ്ടുവരാൻ നോക്കി. അത് കഴിഞ്ഞപ്പോൾ പ്രീ ഡിഗ്രി ബോർഡ് കൊണ്ടുവന്നു. വലിയ വിമർശനങ്ങൾ ഉണ്ടായി. ഇവിടെ CPM, DYFI, SFI ഒക്കെ തെരുവിലിറങ്ങി. അതിനുശേഷം +2 ആയി. 97 98 ആണ്. അതിനുശേഷം ഇവിടെ ഭയങ്കര മാർഗനിർദ്ദേശങ്ങളും മാനദണ്ഡങ്ങളും ഉണ്ടാക്കി +2 അനുവദിച്ചു തുടങ്ങി. PN ജോസഫിന്റെ കാലഘട്ടത്തിൽ 2000 വാരിക്കോരി കൊടുത്തു. വലിയ വിമർശനങ്ങളും അഴിമതിയും ആരോപിക്കപ്പെട്ടു. എത്ര വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഈ മാറ്റങ്ങൾ ഉണ്ടാവുന്നത്? അല്ലല്ല, എന്റെ ചോദ്യം ദേശീയ തലത്തിൽ എഡ്യൂക്കേഷൻ പോളിസി പല ഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ നടപ്പാക്കാവുന്നത് നടപ്പാക്കിയിട്ടും തള്ളിയിട്ടും എന്തിനാണ് ഫണ്ട് പിടിച്ചു വെച്ച് സംസ്ഥാനങ്ങളെ സംവിധാനത്തിന്റെ അന്തസത്തയെ ഹനിക്കും വിധം സംസ്ഥാനങ്ങളെ പ്രഷറൈസ് ചെയ്യുന്നത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഞാൻ അങ്ങയുടെ ചോദ്യത്തിലേക്കാണ് വരുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയം എന്തുകൊണ്ട് വിവാദമാകുന്നു എന്നുള്ളതാണ് അങ്ങയുടെ ഒന്നാമത്തെ ചോദ്യം. ദേശീയ വിദ്യാഭ്യാസ നയം വിവാദമാകുന്നത് വളച്ചൊടിക്കപ്പെട്ട ചരിത്രമല്ല പഠിക്കേണ്ടതുകൊണ്ടാണ്. ഒരു നെഹ്റു കുടുംബം മാത്രമല്ല ഈ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ പോരാടിയതെന്ന് പഠിപ്പിക്കേണ്ടി വരും. അവിടെയാണ് പ്രശ്നം. നെഹ്റു കുടുംബത്തിൽ മാത്രം ഒതുക്കി തീർത്ത ഈ സ്വാതന്ത്ര്യ സമരം അത് വലിയ വിശാലമായ ക്യാൻവാസിലേക്ക് പോകും. ഇന്ന് വരെ മറച്ചു വെച്ചിരുന്ന പല കാര്യങ്ങളും പല പേരുകളും പുറത്തേക്ക് വരും. യുദ്ധം പഠിക്കേണ്ടി വരും, ഡച്ചുകാർ പോകേണ്ടി വരും. രണ്ടാമത്തെ കാര്യം വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിലുള്ള വിഷയമാണ്. അപ്പൊ സ്റ്റേറ്റ് ഫണ്ടഡ് സ്കൂളുകൾക്ക് സ്റ്റേറ്റ് സിലബസ് ആണ്. ആ കരിക്കുലം തീരുമാനിക്കുന്നത് സംസ്ഥാന സർക്കാരുകളാണ്. അതിപ്പോ കേരളത്തിലെ സർക്കാരെങ്കിൽ കേരളത്തിലെ സർക്കാർ, തമിഴ്നാട്ടിലെ സർക്കാരെങ്കിൽ തമിഴ്നാട്ടിലെ സർക്കാർ. അത് അങ്ങനെ തന്നെയാണ്. കരിക്കുലം തീരുമാനിക്കുന്നതും പാഠപുസ്തകം തീരുമാനിക്കുന്നതും സംസ്ഥാന സർക്കാരുകളാണെന്ന് നമ്മുടെ കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറി, കേന്ദ്ര സ്കൂൾ വിദ്യാഭ്യാസ സെക്രട്ടറി സഞ്ജയ് കുമാർ തന്നെ പറഞ്ഞതാണ്. അപ്പൊ പിന്നെ ഇവിടുത്തെ സ്റ്റേറ്റ് സിലബസിൽ നിങ്ങളുടെ കാര്യം പഠിപ്പിക്കുന്നു പറയാൻ എന്ത് കാര്യം? ഞങ്ങളുടെ കാര്യമാണോ അഭിലാഷ് മോഹൻ? അല്ല, സമരം ഞങ്ങളുടെ കാര്യമാണോ? വളച്ചൊടിക്കപ്പെട്ട ചരിത്രം ഞങ്ങളുടെ കാര്യമാണോ? നെഹ്റു കുടുംബത്തിലേക്ക് മാത്രം ഒതുക്കപ്പെട്ടത് ഞങ്ങളുടെ കാര്യമാണോ?
18ാം നൂറ്റാണ്ടിലെ ഈ ഭാരതം എന്ന് പറയുന്നത് ഒരു മഹത്തായ രാജ്യമാണ്. 2015 തോന്നുന്നു, 2015 ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ പോയിട്ട് ഡോക്ടർ തരൂർ നടത്തിയത് വലിയ ഒരു പ്രസംഗമുണ്ട്. അദ്ദേഹത്തിന്റെ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് ഓഫ് ഡാർക്ക്നെസ്. ഞങ്ങളുടെ കാര്യമാണോ? ജവഹർലാൽ നെഹ്റു മാത്രം, ജവഹർലാൽ നെഹ്റുവാണ് ഞങ്ങളുടെ കാര്യമാണോ? നിങ്ങൾ പറയൂ. പിന്നെ രാജു പി നായർ, നിങ്ങൾ പറയൂ, നിങ്ങൾ എന്തിനാണ് NEP എതിർക്കുന്നത്? നിങ്ങൾ വാണിജ്യവൽക്കരണവും എതിർക്കപ്പെടുന്നതിന്റെ കാര്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഏറ്റവും നിങ്ങൾ പറയുന്നില്ലല്ലോ. നിങ്ങൾ വെറുതെ രാഷ്ട്രീയം പറയാണ്. നിങ്ങൾ വന്നിരുന്നത് വെറുതെ രാഷ്ട്രീയം പറയാണ്. നിങ്ങളുമായിട്ട് ശ്രീ രാജു പി നായർ, നിങ്ങളുമായിട്ട് ഞാൻ 2ാമത്തെ ദിവസമാണ് ഈ ചർച്ചയ്ക്ക് ഇരിക്കുന്നത്. നിങ്ങൾ പറയുന്നത് മൊത്തം രാഷ്ട്രീയമാണ്. നിങ്ങൾ വെറുതെ എന്തെങ്കിലും പറയുകയാണ്. നിങ്ങൾ തലയെ മുണ്ടിട്ട് പോയി ഇവിടുത്തെ കുട്ടികളുടെ ഭാവി വെച്ച് നിങ്ങൾ രാഷ്ട്രീയം കളിക്കുക. നിങ്ങൾ രാഷ്ട്രീയം കളിക്കുവാണെന്ന്. നിങ്ങൾ ഈ 40 ലക്ഷത്തോളം കുട്ടികളുടെ ഭാവി വെച്ച് രാഷ്ട്രീയം കളിക്കുക. നിങ്ങളാണ് മണ്ടത്തരം പറയുന്നത്. രാഷ്ട്രീയം കളിക്കുക. വെറുതെ വന്നിട്ട് നിങ്ങൾ രാഷ്ട്രീയം കളിക്കുക. ശരി ശരി ഞാൻ പഠിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. എന്തായാലും നിങ്ങൾക്കത് പറയാനില്ല. എന്തായാലും ശരിയായ ശാസ്ത്രവും ശരിയായ വസ്തുതകളും ഒക്കെയാണ്